യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ വടംവലികൾ. നോമിനികളുടെ ലിസ്റ്റുമായി മുതിർന്ന നേതാക്കൾ രംഗത്ത്. മാങ്കൂട്ടത്തിലിന് പിന്തുണ നൽകാതെ ഷാഫി പറമ്പിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടെ പുതിയ അധ്യക്ഷനു വേണ്ടി കോൺഗ്രസിനുള്ളിൽ വടംവലികൾ ശക്തമാവുകയാണ്. തങ്ങളുടെ നോമിനികൾക്ക് വേണ്ടി മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തെത്തി സമ്മർദ്ദം ശക്തമാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിലവിലുള്ളത്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, MK രാഘവൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളാണ് തങ്ങളുടെ നോമിനികളുടെ ലിസ്റ്റുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി കടുത്ത മത്സരം കാഴ്ചവെച്ച അബിൻ വർക്കിയെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ ശക്തമാണ്. നിലവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനാണ് അബിൻ വർക്കി. വ്യാജ ID കാർഡ് ഉപയോഗിച്ചാണ് മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതെന്ന വിധത്തിൽ ആരോപണം ഉയർത്തിയതും അബിൻ വർക്കിയുടെ നേതൃത്വത്തിലായിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ മാറിയ സാഹചര്യത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയ നേതാവിനെ പരിഗണിക്കുകയാണ് വേണ്ടതെന്ന അഭിപ്രായമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവർക്ക് രമേശ് ചെന്നിത്തലയുടെ പിന്തുണയുമുണ്ട്. അതേസമയം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന വാദവും ഉയരുന്നുണ്ട്. ഇവർക്ക് KC വേണുഗോപാലിന്റെ പിന്തുണയുമുണ്ട്. ഗ്രൂപ്പ് വടംവലികളാൽ അർഹതപ്പെട്ട ഒട്ടേറെ അവസരങ്ങൾ ബിനു ചുള്ളിയിലിന് നഷ്ടമായിട്ടുണ്ടെന്നും അതിനാൽ ഇത്തവണ ബിനുവിനെ പരിഗണിക്കണമെന്നുമാണ് KC വേണുഗോപാൽ മുന്നോട്ട് വയ്ക്കുന്ന വാദം. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുകയും അവസാന നിമിഷം തഴയപ്പെടുകയും ചെയ്ത KM അഭിജിത്തിന് വേണ്ടി MK രാഘവൻ MP-യും ചരടുവലികൾ നടത്തുന്നുണ്ട്. അഭിജിത്തിന് A ഗ്രൂപ്പിന്റെ പിന്തുണയുമുണ്ട്. KSUവിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന അഭിജിത്തിനെ പിന്നീട് അവഗണിക്കുകയായിരുന്നുവെന്ന പരാതിയാണ് A ഗ്രൂപ്പിനുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ A ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുകയും അവസാന നിമിഷം തഴയപ്പെടുകയും ചെയ്ത JS അഖിലിന് വേണ്ടിയും ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ദേശീയ സമിതി അംഗമായിരുന്ന JS അഖിൽ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗം കൂടിയാണ്. അതുപോലെ തന്നെ നിലവിൽ വൈസ് പ്രസിഡന്റായ OJ ജനീഷിനെ പ്രസിഡന്റ് ആക്കണമെന്ന ആവശ്യവും കോൺഗ്രസിനുള്ളിൽ ഉയർന്നിട്ടുണ്ട്. അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിതയെ പരിഗണിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞാൽ വനിതകളെയും പരിഗണിക്കാം എന്ന നിലപാടാണ് AICCക്കും ഉള്ളത്. അങ്ങനെ വന്നാൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അരിത ബാബു, VK ഷിബിന എന്നിവരെയും പരിഗണിച്ചേക്കാം. പൊതുവെ അബിൻ വർക്കിയുടെ പേരിനാണ് മുൻതൂക്കമെങ്കിലും സാമുദായിക സമവാക്യങ്ങൾ അബിന് തിരിച്ചടിയാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ KPCC അധ്യക്ഷൻ, മഹിളാ കോൺഗ്രസ് അധ്യക്ഷ, KSU അധ്യക്ഷൻ തുടങ്ങിയവരെല്ലാം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തിരഞ്ഞെടുക്കുമ്പോൾ സാമുദായിക പരിഗണനയും കൈക്കൊള്ളണമെന്ന വാദവും ശക്തമാകുന്നുണ്ട്. അതേസമയം ഷാഫി പറമ്പിൽ MP കൈക്കൊള്ളുന്ന മൗനവും വലിയ രാഷ്ട്രീയ ചർച്ചകളായി മാറിയിട്ടുണ്ട്. ആരാകണം അടുത്ത പ്രസിഡന്റ് എന്ന വിഷയത്തിൽ പോലും ഇടപെടാതെ മാറി നിൽക്കുകയാണ് ഷാഫി പറമ്പിൽ. ഒരർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സൃഷ്ടിച്ച കളങ്കം ഏറ്റവും ശക്തമായി ഏറ്റുവാങ്ങേണ്ടി വന്ന നേതാവ് കൂടിയാണ് ഷാഫി പറമ്പിൽ എന്നും പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വളർച്ചയിലെ അടിസ്ഥാന ഘടകവും ഷാഫി തന്നെയായിരുന്നുവല്ലോ. മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയതിലും പിന്നീട് പാലക്കാട്ടെ MLA ആക്കിയതിലുമെല്ലാം മുൻനിരയിൽ നിന്നത് ഷാഫി തന്നെയായിരുന്നു. സോഷ്യൽ മീഡിയ വഴി ആധുനിക കാലത്തെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഷാഫിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രചരണ തന്ത്രങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് കിട്ടിയത്. അതോടെ VD സതീശനും ഷാഫിക്ക് പിന്തുണയേകി. ആ വിധത്തിൽ VD സതീശന്റെ ആശീർവാദത്തോടെ ഷാഫിയും രാഹുലും PC വിഷ്ണുനാഥും ഒക്കെ ചേർന്ന് പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ആവിധം നീക്കങ്ങൾ കൂടിയാണ് ഇപ്പോൾ 8 നിലയിൽ പൊട്ടി തകർന്നിരിക്കുന്നത്. അർഹതപ്പെട്ട പലരെയും വെട്ടിമാറ്റി മാങ്കൂട്ടത്തിലിനെ നേതൃനിരയിൽ എത്തിച്ച ഷാഫിക്ക് ഇപ്പോൾ മറുപടികൾ ഒന്നും പറയാൻ കഴിയുന്നില്ല. ഡൽഹിയിലുള്ള ഷാഫി പറമ്പിൽ മാധ്യമങ്ങൾക്ക് മുഖം നൽകുന്നില്ല. പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല. ഇപ്പോൾ സംഘടനാ കാര്യങ്ങൾക്കായി ബീഹാറിലേക്ക് പോയിരിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ വരെ സംരക്ഷിച്ച മാങ്കൂട്ടത്തിലിനെ ഷാഫിയും പൂർണ്ണമായി കൈയൊഴിഞ്ഞ ചിത്രമാണ് നിലവിലുള്ളത്. അല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ അത് തിരിച്ചടിയായി മാറുമെന്ന് വൈകിയെങ്കിലും ഷാഫി പറമ്പിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഷാഫി നേരത്തെ അറിഞ്ഞിട്ടും സംരക്ഷിക്കുകയായിരുന്നു എന്ന വികാരമാണ് ഷാഫിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇപ്പോൾ ഇരമ്പുന്നത്. അത് തിരിച്ചറിഞ്ഞു തന്നെയാണ് മാങ്കൂട്ടത്തിലിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഷാഫി ബോധപൂർവം മൗനം പാലിക്കുന്നതെന്ന് തന്നെയാണ് വ്യക്തമാകുന്ന വിവരങ്ങൾ.